ഏതാനും മാസങ്ങൾക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കാനിരിക്കെ മുന്നണികളൊക്കെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബി.ജെ.പി. പ്രധാന നേതാക്കളുടെ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണിയും തങ്ങളുടെ സീറ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനിടയിലാണ് യു.പിയിൽ നിന്നും ഒരു പ്രഖ്യാപനം വരുന്നത്. ബി.ജെ.പിയുടെ ശക്തി ദുർഗങ്ങളിൽ ഒന്നായ യു.പിയിൽ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണിയുടെ ചരട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ കൈകളിലാണ്. 80 സീറ്റുകളുള്ള യു.പിയാണ് രാജ്യം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു.പിയിലെ പോരാട്ടം ഏറെ നിർണായകമാണ്. ഇത്തവണ ഇന്ത്യ സഖ്യം ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി.ജെ.പിക്ക് കാര്യമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇന്ത്യ മുന്നണിയുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും തങ്ങളെ കോൺഗ്രസ് അവഗണിച്ചുവെങ്കിലും അതൊക്കെ മറക്കാൻ സമാജ്വാദി പാർട്ടി തയ്യാറാവുന്നത്. അങ്ങനെയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തെ ആകെ കൺഫ്യൂഷനാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ യു.പിയിലെ പ്രമുഖ നേതാവും ഭീം ആർമി തലവനുമായ ചന്ദ്രശേഖർ ആസാദ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിനെതിരെ മത്സരത്തിനുണ്ടായിരുന്ന ആളാണ് ചന്ദ്രശേഖർ. അദ്ദേഹം ഇപ്പോൾ യു.പിയിലെ നാഗിന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നാഗിന ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 3 തവണകളായി 3 മുന്നണികളെ ജയിപ്പിച്ച മണ്ഡലമാണ്. 2009 സമാജ്വാദി പാർട്ടി വിജയിച്ചപ്പോൾ 2014 ബി.ജെ.പിയും 2019 ബഹുജൻ സമാജ്വാദി പാർട്ടിയും ജയിച്ചു കയറിയ മണ്ഡലമാണ് നാഗിന. ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കിടെയാണ് ഇത്തരത്തിലുള്ള നീക്കം അദ്ദേഹം നടത്തിയത്. നിലവിൽ മായാവതിയുടെ കയ്യിലാണ് ആ സീറ്റ്. എന്നാൽ മായാവതി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ പിന്തുണ നേടിയെടുക്കാൻ തനിക്ക് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ചന്ദ്രശേഖറിനുള്ളത്. ബി.ജെ.പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ നാഗിനെ ഉൾപ്പെടുത്താതെ തന്നെ പിന്തുണക്കാൻ ഇന്ത്യ തയ്യാറാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ടുള്ള ഇത്തരമൊരു പ്രഖ്യാപനം ചന്ദ്രശേഖർ നടത്തിയത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്.